സ്നേഹിതരെ, 1938 തുടക്കം കുറിച്ച് 80 വർഷത്തോളം സമയമെടുത്ത് പഠനം നടത്തിയ ഹാർവാർഡ് റിസർച്ച് പറയുന്നത് സന്തോഷത്തിൻ്റെ മർമ്മം ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാകുന്നു. റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ മർമ്മം എമ്പതിയാണ്, അഥവാ ഇതരരുടെ സന്തോഷ സന്താപ വേളകളിൽ അവരോടൊപ്പം ചേരുക എന്നത്. സന്തോഷവേളകളിൽ ഒപ്പം ചേർന്ന് ആഘോഷിക്കുന്നതിനേക്കാൾ മധുരിതമാണ് സന്താപവേളകളിൽ, സങ്കടവേളകളിൽ ചേർത്ത് നിർത്തി ഒപ്പം കൂട്ടുക എന്നത്. ആഘോഷ നിമിഷങ്ങളിൽ പങ്കുകൊള്ളാൻ പലർക്കും കഴിയും, പക്ഷേ സങ്കട നേരങ്ങളിൽ ചേർന്ന് നിൽക്കാൻ ചിലർക്ക് മാത്രമേ കഴിയൂ. സ്നേഹനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന മനോഹരമായ ചേർത്തു നിർത്തലിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും അനുഭവ കഥകൾ ധാരാളമാണ്. വിധവകൾക്ക് തണലേകിയത്, യതീമുകൾക്ക് തുണയായത്, പാവപ്പെട്ടവർക്ക് ആലംബമായത്, സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കിയത്, കുട്ടികൾക്ക് കൂട്ടുകാരനായത്, അനുയായികൾക്ക് ആശാകേന്ദ്രമായത്, ഇങ്ങനെ എല്ലാ മേഖലയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചേർത്തു നിർത്തലിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ നാം കുടുംബ ബന്ധത്തിലെ ചേർത്തുനിൽപ്പിൻ്റെ കഥകളാണ് പ്രകാശിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക മാനസിക അവസ്ഥ അനുഭവിക്കുന്ന ഘട്ടമാണ് ആർത്തവത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ശരിക്കും പുരുഷന്മാരറിയണം. അല്ലെങ്കിൽ ഭാര്യമാർക്ക് ആ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഭർത്താക്കന്മാരറിയണം. കാരണം പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ ഒരു സമയത്തിനുള്ളുണ്ടാകുന്ന വാക്കുതർക്കങ്ങളോ മറ്റൊക്കെയാണ്. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന ഈ ഒരു മാനസികാവസ്ഥക്ക് തന്നെ പേര് പീരിയഡ് മൂഡ് സ്വിംഗ് എന്നതാണ്. ഇതിൻ്റെ കാരണം ഈ സമയത്ത് സ്ത്രീ ശരീരത്തിൽ പ്രത്യേകതരം ഹോർമോണുകൾക്ക് മാറ്റം സംഭവിക്കുന്നതിനാലാണ് അവരുടെ മാനസികാവസ്ഥയിലും മാറ്റം വരുന്നത്. പ്രത്യേകം മറ്റുള്ള സമയത്തിനെ അപേക്ഷിച്ച് ഒരു ക്ഷീണം, ഒരു പ്രത്യേകതരം ദേഷ്യം, വിഷാദം ഈ സമയത്ത് പല സ്ത്രീകളിലും അനുഭവപ്പെടാം. ആർത്തവത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ഇത് പ്രകടമായി തുടങ്ങും. പ്രീ മെൻസ്ട്രൽ സിൻഡ്രം PMS എന്നതാണ് അതിൻ്റെ ചുരുക്കപ്പേര്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഈ മൂഡ് സ്വിങ്സ് അനുഭവപ്പെടണമെന്നില്ല. ഈ സമയത്ത് സ്ത്രീകൾക്ക് പ്രധാനമായും ആദ്യം വേണ്ടത് ചുറ്റുമുള്ളവരുടെ പിന്തുണയാണ്, കെയറിംഗ് ആണ്. അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന ആളുകൾ വേണം എന്നത്. ഈ സമയത്തുണ്ടാകുന്ന അനാവശ്യ ദേഷ്യങ്ങളും മറ്റും അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കണം. പത്നിമാരുടെ ആർത്തവ സമയത്ത്, തൻ്റെ ഭാര്യമാരുടെ പീരിയഡ് സമയത്ത് സ്നേഹനിധിയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സമീപിച്ചു എന്ന് നാം അറിയണം. നമ്മുടെ നാട്ടിൽ തീണ്ടാരി എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു. ഇത് നമ്മൾ ആലോചിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രമാണ് നമ്മളിവിടെ പ്രകാശിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാരെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് ആ സമയത്ത് ചെയ്തത്. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്തു അഷ്റബു വ അന ഹായിലുൻ വ ഉനാവിലുഹു അൻ നബിയ ഫയളഉ ഫാഹു അലാ മൗളിഇ ഫിയ. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ആർത്തവകാരിയായിരിക്കെ ഹബീബിൻ്റെ ചാരത്ത് വെച്ച് വെള്ളം കുടിക്കുന്ന സന്ദർഭങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പാനം നടത്തിയ
അതേ പാത്രമെടുത്ത് ആ പാത്രത്തിന്റെ ഏതു ഭാഗത്താണോ ഞാൻ ചുണ്ടുവച്ചത് അവിടെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അധരങ്ങൾ അവിടുത്തെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് പാനം ചെയ്യുമായിരുന്നു, വെള്ളം കുടിക്കുമായിരുന്നു. എന്തൊരു സ്നേഹവായ്പ്, എന്തൊരു സ്നേഹപ്രകടനം! ഫിദാക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യത്തഖിഉ ഫീ ഹജ്രി വ അന ഹായിലുൻ വഹുവ യഖറഉൽ ഖുർആൻ. എനിക്ക് പിരീഡുള്ള സമയത്ത് എൻ്റെ മടിയിൽ തല ചായ്ച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുമായിരുന്നു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഈ ഒരു അടുപ്പം, ഈ ഒരു പ്രോക്സിമിറ്റി നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ഇത് കേവലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാത്രം അനുഭവമല്ല. എല്ലാ ഭാര്യമാരോടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനം ഇങ്ങനെ തന്നെയായിരുന്നു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ നബിയോടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് പെട്ടെന്ന് വലിയ അശുദ്ധിയായി. അല്പം നാണത്തോടെ വസ്ത്രം മാറാൻ ഞാൻ ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ ശരീരഭാഷയും അംഗചലനങ്ങളൊക്കെ മനസ്സിലാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, ആ നഫിസ്തി, നിങ്ങൾക്ക് പീരീഡായോ? അപ്പോൾ മഹദി ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നാം, അതെ യാ റസൂൽ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു എന്നോ, ഫഅദ്ഖലനി മഅഹു ഫിൽ ഖമീല, അവിടുത്തെ ആ പുതപ്പിലേക്ക് എന്നെ ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത്. ഫഅദ്ഖലനി, എന്നെ ചേർത്ത് നിർത്തി, മഅഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം, ഫിൽ ഖമീല, അവിടുത്തെ ആ പുതപ്പിൽ. സയ്യിദത്തുന മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൽതജിഉ മഈ വ അന ഹായിദുൻ വ ബൈനി വ ബൈനഹു സൗബുൻ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് ആർത്തവമുണ്ടായ സമയങ്ങളിൽ, പീരീഡുള്ള സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരേ പുതപ്പിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും വിശ്രമിച്ചിരുന്നു, കിടന്നിരുന്നു എന്ന്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ആർത്തവ സമയങ്ങളിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഫുഖഹാക്കൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സമയത്തുള്ള ഇന്റർകോഴ്സ് നിഷിദ്ധമാണ്, ഹറാമാണ്. അത് നാം പാലിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി സ്ത്രീകളോട് പെരുമാറുകയാണ് വേണ്ടത്, അകറ്റി നിർത്തുകയല്ല വേണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന തന്റെ ഒരു അനുഭവ കഥയിലേക്ക് നമുക്ക് പോകാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന ആ കാലയളവിൽ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആ സന്ദർഭം, നബി തങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹുമുണ്ട്. അവിടത്തോടൊപ്പം 100,000-ഓളം വരുന്ന സ്വഹാബികളുമുണ്ട്. അങ്ങനെ ഉംറക്കും ഹജ്ജിനും രണ്ടിനും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുന്ന രീതിയായിരുന്നു അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ മക്കയിൽ എത്താറായപ്പോൾ സറഫ് എന്ന പ്രദേശത്ത്, മക്കക്ക് തൊട്ടടുത്തുള്ള സറഫ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തന്റെ അശുദ്ധിയുടെ സന്ദർഭമുണ്ടായി. ആ സമയത്ത് മഹദി വിലപിക്കാൻ തുടങ്ങി. എന്നിട്ട് മഹദി പറയുന്നു, ഫദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഹജ്ജിന് ഉംറക്കും ഇഹ്റാം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യാത്ര പോകുന്ന സന്ദർഭത്തിലാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ടാകുന്നത്. ആ സമയത്ത് മഹദി പറയുന്നു, വളരെ സങ്കടത്തോടു കൂടി ഞാൻ മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. വ അന അബ്കി, ഞാൻ തേങ്ങി തേങ്ങി കരയുന്നുണ്ടായിരുന്നു. ഫഖാൽ, അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ യുബ്കീകി, എന്തിനാണ് ആയിഷു കരയുന്നത്? അപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് പറഞ്ഞു, വല്ലാഹി ലവദിത്തു അന്നി ലം അകുൻ ഖറജ്തു അൽ ആം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വല്ലാഹി ലവദിത്തു അന്നി ലം അഹുജ്ജ അൽ ആം. മുത്തുനബിയെ, ഞാൻ കൊതിച്ചുപോയി ഈ വർഷം അങ്ങയോടൊപ്പം ഹജ്ജിന് വരേണ്ടിയില്ലായിരുന്നു എന്ന്. വല്ലാത്ത വിലാപത്തിന്റെ, സങ്കടത്തിന്റെ വാക്കുകളാണ്.
വല്ലാഹി ലവദിത്തു അന്നി ലം അഹുജ്ജ അൽ ആം, ഈ വർഷം ഹജ്ജ് ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങയോടൊപ്പം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി നബിയെ, കൊതിച്ചുപോയി. സ്ത്രീയുടെ മനഃശാസ്ത്രം അറിയുന്ന ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ കേട്ടപാടെ ചോദിച്ചു, മാലക്കി, പൊന്നു ആയിഷോ, എന്തുപറ്റി? നിങ്ങൾക്ക് ഹയതുണ്ടായതോ, അശുദ്ധിക്കാരിയായോ എന്നാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. ഖുൽതു, ഉടനെ ഞാൻ പറഞ്ഞു, നാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ പറഞ്ഞു, അതേ റസൂൽ. ഈ സമയത്ത് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം എന്തായിരുന്നു എന്ന് പഠിക്കുക. ഈ സമയത്ത് നിന്റെ ഒരു ഭാഗ്യക്കേടായി, നിന്റെ നഷ്ടം എന്നൊന്നുമല്ല മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ച ആ വാക്കുകൾ ശ്രദ്ധേയമാണ്. ആയിഷു, ഹാദാ ശൈഉൻ കതബല്ലാഹു അലാ ബനാതി ആദം. പൊന്നു ആയിഷു, ആദം നബിയുടെ പെൺകുട്ടികൾക്കെല്ലാം അള്ളാഹു നിശ്ചയിച്ചു കനിഞ്ഞു നൽകിയ ഒരു സംഗതിയാണിത്. സ്ത്രീകളുടെ പ്രസവം അവരുടെ ആരോഗ്യകരമായ മുന്നേറ്റത്തിന് ആർത്തവ ചക്രം അതിന്റെ മുറ പോലെ നടക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹാദാ ശൈഉൻ കതബല്ലാഹു അലാ ബനാതി ആദം, ഇതിൽ സങ്കടപ്പെടേണ്ട ഒരു വിഷയമില്ല. ഇത് ആദം പെൺകുട്ടികൾക്ക്, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു നൽകിയ ഒരു കനിഞ്ഞു നൽകിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആയിഷു, ഇഫ് അലി മാ യഫ്അലു അൽ ഹാജ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ, മറ്റുള്ള ഹാജിമാര് ചെയ്യുന്നതൊക്കെ നിങ്ങളും ചെയ്തോളൂ. ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്തി ഹത്താ തതുഹരി, കഅബ മന്ദിരത്തിൽ തവാഫ് ചെയ്യാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറ്റില്ല. അത് ഒഴികെയുള്ള നമസ്കാരം പോലത്തെ കാര്യങ്ങൾ പാടില്ല. അത് ഒഴികെയുള്ള മറ്റു ഹാജിമാർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞങ്ങളെ കൂടെ നിങ്ങളും ചെയ്തോളൂ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നതിന്റെ പുണ്യം ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ നിങ്ങൾക്കും ഞങ്ങളെ കൂടെ അതിന്റെ പ്രതിഫലം ലഭിക്കും. തവാഫും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ചെയ്യാം. പക്ഷേ ഒരു ഏകദേശം ഒരു സമാധാനമായി. സ്ത്രീകൾ അങ്ങനെയാണല്ലോ, ഒരു പൂർണ്ണ സംതൃപ്തി അപ്പോഴും മഹദിക്ക് വന്നിട്ടില്ല. അങ്ങനെ നബിയും സ്വഹാബത്തും എല്ലാവരും ഹജ്ജും ഉംറയെല്ലാം നിർവഹിച്ചു. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അശുദ്ധി വന്നതുകൊണ്ട് ഹജ്ജ് മാത്രമേ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ, ഉംറ ചെയ്തിട്ടില്ല. വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ സങ്കടപ്പെടാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, യർജിഉ നാസു ബിഹജ്ജത്തിൻ വ ഉംറ വ അർജിഉ ബിഹജ്ജ. മറ്റൊരു ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ്, കുല്ലു അസ്ഹാബിക യർജിഉ ബിഹജ്ജിൻ വ ഉംറ ഗൈരി. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂലെ, എല്ലാവരും തിരിച്ച് മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഹജ്ജും ഉംറയൊക്കെ രണ്ടും ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ മാത്രം ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഇവിടെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ മനസ്സിലെ വ്യഥ, ആ സങ്കടം മനസ്സിലാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് നോക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്നവരെ വിളിക്കൂ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മറ്റൊരു മോനാണ് അബ്ദുറഹ്മാൻ. നിന്റെ സഹോദരൻ അബ്ദുറഹ്മാനെ വിളിക്കൂ. അങ്ങനെ അബ്ദുറഹ്മാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരിക്ക് ഉംറ ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയും. അങ്ങനെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെയും കൂട്ടിക്കൊണ്ട് തൻഈം എന്ന ഹറമിന്റെ പുറത്തുള്ള സ്ഥലത്തേക്ക് ഇഹ്റാം ചെയ്യാൻ കൊണ്ടുപോയി. ആ മോഹം അങ്ങനെ പൂവണിഞ്ഞു. തൻഈമിലെ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇഹ്റാം ചെയ്ത ആ സ്ഥലത്ത് ഇന്ന് മനോഹരമായൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദു സയ്യിദത്തു ആയിഷ റളിയല്ലാഹു അൻഹ എന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിത്യ സ്മാരകമാണ് ആ പള്ളി ഇന്നും.
തൻ്റെ പ്രിയ പത്നിയുടെ മാനസിക വ്യതക്ക് പരിഹാരം കണ്ടു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു നല്ല കുടുംബനാഥൻ! ഫിദാക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിലും സന്തോഷവേളകളിൽ ഒപ്പം ചേർന്ന് ആഘോഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാര്യമാരുടെ സന്താപവേളകളിൽ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരുടെ സങ്കടത്തിൻ്റെ നേരങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി ഒപ്പം കൂട്ടുക എന്നത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ കാതലായ മർമ്മമായിട്ടുള്ള ഭാഗമായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.